വാർദ്ധക്യം ഇതോ വാർദ്ധക്യം, ഞാൻ മറന്നു പൂക്കളെ, കിളികളെ, മണിച്ചിരികളെ, മതിച്ചിളകും പാടത്തെ ഇളം നിലാവിനെ, നിലാവിനെ കോരിക്കുടിച്ച് പൊയ്കയെ. വാർദ്ധക്യം ഒരിക്കലും പ്രായമാകലല്ല, വിധിക്കപ്പെട്ട നിയോഗങ്ങളുടെ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ്. ഒക്ടോബർ 1 ലോക വയോജന ദിനം. അതിൻ്റെ ഭാഗമായി മാറ്റിവെക്കാം പ്രിയപ്പെട്ടവർക്കായി അല്പസമയം. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി നവമി മനോജിനെയും മുത്തശ്ശി ശ്രീമതി ഇന്ദിരയെയും ക്ഷണിക്കുന്നു. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു സുരളിത സ്മരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. സുരഗോള ലക്ഷ്യങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണയ്ക്ക് കുടികൊള്ളും സത്യമേ ശരണം നീ എന്നും. നന്ദി, നമസ്കാരം. ദിവ്യമായ പ്രാർത്ഥനാനുഭവം പകർന്നേകിയ നവമി മനോജിനും മുത്തശ്ശിക്കും നന്ദി. സ്വാഗത പ്രസംഗം പറയുന്നതിനായി ആമിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാതാപിതാക്കൾക്ക് ശേഷം ഉപാധികളൊന്നുമില്ലാതെ സ്നേഹം ചൊരിയാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിക്കുമാണ്. അവർ നമ്മെ പരിപാലിക്കുകയും കഥ പറയുകയും മികച്ച ജീവിത പാഠങ്ങൾ നൽകുകയും ചെയ്യുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. അവരോടുള്ള നന്ദിയും സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി മാറട്ടെ ഈ സുദിനം. ഇന്ന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള ശ്രീമതി S. ലീലാബായിക്കാണ്. ലീലാബായി എന്ന പേരിനേക്കാളും മണക്കാട് ലീല എന്ന പേരായിരിക്കും ഏവർക്കും സുപരിചിതം. 1978 ഗാനപരമായ ആഖ്യാന കലാകാരിയായി അസാമാന്യമായ കലാപര്യടനം ആരംഭിച്ചു. കേരളത്തിലെ നിരവധി പ്രശസ്ത നാടക സംഘടനകളുമായി സഹകരിച്ച് ഒരു പ്രൊഫഷണൽ നാടക കലാകാരിയായി പ്രസിദ്ധിയാർജിച്ചു. നിരൂപക പ്രശസ്തി നേടിയ ടെലിവിഷൻ സീരിയലുകളിലും സിനിമകളിലും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ഒരിക്കൽ കൂടി ശ്രീമതി ലീലാബായി അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലായ റവറൻഡ് ഫാദർ സിറിയ കനായി CMI, ബർസാറും ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററുമായ റവറൻഡ് ഫാദർ ഐസക് പൊന്നൂർ CMI, വൈസ് പ്രിൻസിപ്പലായ ശിവഗാമി മാം, അക്കാഡമിക് കോർഡിനേറ്ററായ രാജശേഖരൻ സർ, ജൂനിയർ സ്കൂൾ ഹെഡ് മിസ്ട്രസ്സായ ഡോക്ടർ മീനാക്ഷി മാം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ടോം സർ, നമ്മുടെ സെക്ഷൻ ഹെഡായ മെറിൻ മാം എന്നിവരെയാണ്. അനധ്യാപകരെയും മാതാപിതാക്കളെയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ മനോഹര നിമിഷത്തിൽ ഏവരെയും സ്വാഗതം ചെയ്ത ആമിയെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കലാവിരുന്നിനെക്കുറിച്ചും അതിൻ്റെ സവിശേഷതയെക്കുറിച്ചും വിവരണം നൽകുന്നതിനായി നമ്മുടെ പ്രിൻസിപ്പൽ ഫാദർ സിറിയക് കാനായിലിനെ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട മുഖ്യാതിഥി ശ്രീമതി ലീലാബായി,
വൈസ് പ്രിൻസിപ്പൽ ശിവകാമി ടീച്ചർ, ഹെഡ് മിസ്ട്രസ് മീനാക്ഷി മാം, പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ഏറ്റവും ബഹുമാന്യരും ആദരീയരുമായ മുത്തച്ഛന്മാരെ, മുത്തശ്ശിമാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഒത്തിരിയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസത്തിൽ ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നതിൽ, അതിൽ പങ്കെടുക്കുന്നതിൽ. ഇതിന് മുന്നിട്ടിറങ്ങിയ അധ്യാപികമാരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനും അവർക്ക് ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ വലിയ പാഠങ്ങൾ പടർന്നു കൊടുക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി സ്വാഗതം ആശംസിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ പ്രായമുള്ളവരോടും തീരെ കുഞ്ഞു കുട്ടികളോടും സംസാരിക്കണം, അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ഓർത്തിരിക്കുക, നിങ്ങളൊക്കെ ഈ ലോകത്തിലുണ്ടാകുവാനും നിങ്ങളൊക്കെ നിങ്ങളുടെ ഈ പ്രത്യേക സ്വഭാവ രീതികളോടുകൂടി വരുവാനും ഒക്കെ കാരണഭൂതരായവരാണ് നിങ്ങളുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും. അവരിൽ നിന്നാണ് നിങ്ങളുടെ മാതാപിതാക്കൾ രൂപം കൊണ്ടത്. അത് ശാരീരികമായും ബൗദ്ധികമായും അതുപോലെ തന്നെ ആത്മീയമായും ഒക്കെ രൂപം കൊള്ളുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നിങ്ങളുടെയൊക്കെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തന്നെ. അതുകൊണ്ട് നമ്മൾക്ക് ഈ ലോകത്തിൽ കിട്ടിയതിനെല്ലാം നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് ഏറ്റവും ബഹുമാന്യമായ, ഏറ്റവും ആവശ്യമുള്ള ഒരു ജീവിത മൂല്യം തന്നെയാണ്. അതുകൊണ്ട് ഈ മാതാപിതാക്കളെ, മുതിർന്ന മാതാപിതാക്കളെ നന്ദിയോടുകൂടി അനുസ്മരിക്കുക, അവരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തേക്ക് ചേർത്ത് വയ്ക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ ഇവരുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഒത്തിരിയധികം കാര്യങ്ങൾ സംസാരിക്കുന്ന ആ സംസാര രീതിയോ ഒക്കെ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും സ്വീകരിക്കുവാൻ കഴിയാതെ വരും. പക്ഷേ അവർ പറയുന്ന വാക്കുകളും അവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളുമൊക്കെ മുത്തുകളാണ്. അത് പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഇന്നത്തെ കുഞ്ഞുങ്ങൾ ജീവിതത്തിലെ പരിപരത്തെ യാഥാർത്ഥ്യങ്ങളോട് മുഖം തിരിക്കുന്നതും ഒളിച്ചോടുന്നതും ഒക്കെ ഇങ്ങനെ മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ സാന്നിധ്യവും പിന്തുണയും അനുഭവ പാഠങ്ങളുമൊക്കെ പലപ്പോഴും ജീവിതത്തിൽ സ്വീകരിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ്. പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാരുടെ മീറ്റിങ്ങുകളിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കളുടെ പരിചരണം, സാന്നിധ്യം ഒക്കെ കിട്ടാതെ വരുന്നതാണ് പലപ്പോഴും പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് മുതിർന്ന ഈ മാതാപിതാക്കളുടെ സാന്നിധ്യവും. പണ്ടൊക്കെ ഭാഷ പഠിക്കുവാനും ജീവിത മൂല്യങ്ങൾ പഠിക്കുവാനും മുത്തശ്ശി കഥകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇന്ന് മുത്തശ്ശി കഥകളില്ല. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലുമൊക്കെയുള്ള റീൽസും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളുമൊക്കെയാണ് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ കഥകൾ പലപ്പോഴും കുട്ടികളുടെ പ്രായത്തിനോ അനുഭവത്തിനോ വളരുന്ന സാഹചര്യത്തിനോ അനുയോജ്യമായി കൊള്ളണമെന്നില്ല. മറിച്ച് മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും സാന്നിധ്യം തീർച്ചയായിട്ടും അവരുടെ സമയവും സാഹചര്യവും കണ്ടറിഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് കുട്ടികൾക്ക് ഒരു സഹായകമായി തീരാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം വിലപ്പെട്ടതാണ്. അത് നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും സ്കൂളിലുമൊക്കെ അതിനെ ഞങ്ങൾ ഈ സമയത്ത് ആദരപൂർവ്വം പ്രണമിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ദൈവത്തിന് നിങ്ങളുടെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങളുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ കുഞ്ഞുങ്ങൾക്ക് എന്നും ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ പ്രചോദനം കൊണ്ടും നിങ്ങളുടെ അനുഭവം കൊണ്ടും ഈ കുട്ടികൾക്ക് നല്ല വഴിക്ക് നടക്കുവാനായിട്ട് ഇവർക്ക് ജീവിത വിജയം യഥാർത്ഥത്തിൽ കൈവരുവാനായിട്ട് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ടും
നിങ്ങളുടെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കും. നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഫാദറിന് പ്രത്യേകം നന്ദി. ഗാനരചന, ആഖ്യാന കലാകാരിയായി കലായാത്ര ആരംഭിച്ച് നാടകം, സീരിയൽ, സിനിമാ രംഗങ്ങളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞ എസ് മണക്കാട് ലീല എന്ന ലീലാബായി ആണ് ഇന്ന് ഈ സംഗമത്തിൽ വിശിഷ്ടാതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് മുമ്പേ നടന്നവരുടെ സർഗാത്മക ശേഷികൾ അവതരിപ്പിക്കാനുള്ള വേദീത ഒരുങ്ങുകയായി. കേക്ക് മുറിച്ച് ഈ ധന്യ നിമിഷത്തെ സന്തോഷഭരിതമാക്കുവാനും നമ്മോട് സംസാരിക്കാനുമായി ശ്രീമതി ലീലാബായിയെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഫാദർ, വൈസ് പ്രിൻസിപ്പൽ ഫാദർ, മീനാക്ഷി മാം, ശിവകാമി മാം, രാജശേഖരൻ സാർ, ടോം സാർ, പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, അനാധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും എൻ്റെ കൊച്ചുമക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിൽ വന്നു നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാനും നിങ്ങളെയൊക്കെ സ്നേഹം പിടിച്ചു പറ്റാനും എനിക്ക് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ കാതികയായിട്ടാണ് ആദ്യമായി രംഗപ്രവേശനം ചെയ്തത്. അത് കഴിഞ്ഞ് ദൂരദർശനിൽ ആദ്യമായി വന്ന രോഹിണി എന്ന സീരിയലിൽ നല്ല ഒരു വേഷം ചെയ്യാൻ എനിക്ക് സാധിച്ചു. അതിനുശേഷം ഒരുപാട് സീരിയലുകളും സിനിമകളിലും പ്രൊഫഷണൽ നാടകത്തിലും എല്ലാം അഭിനയിക്കാനുള്ള ഭാഗ്യം സർവശക്തനായ ഈശ്വരൻ എനിക്ക് നൽകി. ഇന്ന് ഞാൻ സംതൃപ്തയാണ്. ഇപ്പോഴും ഈ പ്രായത്തിലും കലാരംഗത്ത് നിൽക്കാൻ കിട്ടിയത് തന്നെ ഞാൻ ചെയ്ത പുണ്യം തന്നെയാണ്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൊച്ചുമക്കൾ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും സ്നേഹത്തോടുകൂടി ലാളിത്യമായിട്ടും അവരെ ചേർത്ത് നിർത്താനും അവർ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അവർ നമ്മളെ നല്ല പാതയിലേക്ക് നയിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. ഇന്ന് നിങ്ങളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒരുപാട് ജോലി തിരക്കും ഓട്ടവുമാണ്. അവരാണ് നിങ്ങളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. മാത്രമല്ല, നമ്മുടെ അധ്യാപകരെ നമുക്ക് പാഠങ്ങൾ തന്ന് നമ്മെ പഠിപ്പിച്ച് ഉയർന്ന സ്ഥാനങ്ങളിലെത്തിക്കാൻ വേണ്ട സഹായം ചെയ്യുന്നത് നമ്മൾ അധ്യാപകരാണ്. അവരെ ബഹുമാനിക്കാനും അവരെ സ്നേഹിക്കാനും അവർ പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിലേക്കെത്തും. അതുകൊണ്ട് നമ്മുടെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും ചേർത്ത് നിർത്തി നമ്മോടൊപ്പം നിർത്തി അവരെ സ്നേഹിക്കുക. അതുമാത്രമാണ് എനിക്കിന്നിവിടെ പറഞ്ഞു തരാനുള്ളത്. നന്ദി, നമസ്കാരം. ശ്രീമതി ലീലാഭായിയുടെ എല്ലാ നല്ല വാക്കിനും നന്ദി പറയുന്നു. വിശിഷ്ട അതിഥിക്ക് സ്നേഹോപകാരം
നൽകുന്നതിനായി പ്രിൻസിപ്പൽ ഫാദറിനെ ക്ഷണിക്കുന്നു. സ്വീകരിക്കാൻ യുഗ്മഗാനവുമായി എത്തുന്നു ആരവ് ആർക്കയും മുത്തശ്ശി ശ്രീമതി രമണിയും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മേണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴം ഉണ്ണാനൊപ്പം വരും. അമ്മേണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴം ഉണ്ണാനൊപ്പം വരും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല. ചന്ദനക്കിണവും എണ്ണെണ്ണച്ചോറുമായി വന്നു വിളിച്ചില്ല, അമ്മാവൻ വന്നു വിളിച്ചില്ല. ഇന്നലെ രാത്രിയും കണ്ടില്ല, ഇന്നു വെളുപ്പിനും കണ്ടില്ല. ചന്ദനക്കിണ്ണവും എണ്ണനെയ്ച്ചോറുമായി വന്ന് വിളിക്കില്ല, അമ്മാവൻ വന്ന് വിളിച്ചില്ല. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. അന്തിവിളക്കുകെടുത്താറായി, അങ്കണവാതിലടയ്ക്കാറായി. പഞ്ചവൻ കാട്ടിലെ പഞ്ചവർണ്ണ കിളി പാടിയുറങ്ങാറായി, കീർത്തനം പാടിയുറങ്ങാറായി. വിളക്കുകെടുത്താറായി, അഞ്ചവൻകാട്ടിലെ പഞ്ചവർണ്ണ കിളി പാടി ഉറങ്ങാറായി, കീർത്തനം പാടി ഉറങ്ങാറായി. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. അമ്പലപ്പാവയും വേണ്ടല്ലോ, കമ്പിളി തൊപ്പിയും വേണ്ടല്ലോ. പഞ്ചാര ഉമ്മയും പുഞ്ചിരിപ്പൂമ്മ എന്നെ വിളിക്കൂലേ, അമ്മാവൻ എന്നെ വിളിക്കൂലേ. അമ്പലപ്പാവയും വേണ്ടല്ലോ, കമ്പിളി തൊപ്പിയും വേണ്ടല്ലോ. പഞ്ചാരയുമ്മയും പുഞ്ചിരിപ്പൂവുമായി എന്നെ വിളിക്കൂലേ, അമ്മാവൻ എന്നെ വിളിക്കൂലേ. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. അമ്മിണി താരക കുഞ്ഞിൻ്റെ കൂടെ അത്താഴമുണ്ണാനൊപ്പം വരും. ആരവാർക്കയ്ക്കും മുത്തശ്ശിക്കും നന്ദി. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വറ്റാത്തുറവയാണ് മാതാപിതാക്കൾ. ഈ സന്ദേശം പകർന്നു നൽകാനായി ഇഷാൻ അജീഷിൻ്റെ മുത്തച്ഛൻ ശ്രീ JNSനെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീമതി ലീല മാഡം, അഭിവന്യരായ ഗുരുജനങ്ങളെ, മുത്തശ്ശികളെ, മുത്തശ്ശന്മാരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ പേര് ജയൻ. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ശിവാനി അജീഷ് എസിൻ്റെയും 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന നക്ഷത്ര ജെ വരുണിൻ്റെയും 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഇഷാൻ അജീഷിൻ്റെയും മുത്തശ്ശനാണ്. എൻ്റെ ഭാര്യയുടെ പേര് ശോഭന. ഈ
2 ദിവസം മുൻപ്, ഇന്നിപ്പോൾ ഒക്ടോബർ 4 ഒക്ടോബർ 2 ഒരു വലിയ മുത്തശ്ശൻ്റെ ജന്മദിനമായിരുന്നു. 155 ജന്മദിനം. നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ രാജ്യമായ 142 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ അഹിംസയിലൂടെ സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയുടെ 155 ജന്മദിനമായിരുന്നു. നമ്മളൊക്കെ ആഘോഷിച്ചു. അതിൻ്റെ കൂടെ ക്രൈസ്റ്റ് നഗർ സ്കൂൾ മാനേജ്മെൻറ്റ് മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും ആദരിക്കാൻ ഈ രൂപത്തിൽ ഒരു യോഗം സംഘടിപ്പിക്കുകയും ഞങ്ങളെയൊക്കെ ഇവിടെ ക്ഷണിക്കുകയും ചെയ്തതിന് സ്കൂൾ മാനേജ്മെൻറ്റിനോട്, ഇതിൻ്റെ അധികൃതരോട്, വിശിഷ്യ പ്രിൻസിപ്പാളിനോടും വൈസ് പ്രിൻസിപ്പാളിനോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നന്ദിയുടെ ഭാഗമായി ഒരു കയ്യടി കുട്ടികളിൽ നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ശീലിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പരാമർശിച്ചതുപോലെ നമ്മുടെ രക്ഷിതാക്കൾ, അച്ഛനും അമ്മയും, ഒരുപക്ഷെ മുത്തച്ഛനും മുത്തശ്ശിയുമൊക്കെ ഈ കുടുംബ സംബന്ധമായ ചിലവുകൾക്കാവശ്യമായ സമ്പത്ത് സ്വരൂപിക്കുന്നതിന് ജോലിക്കും മറ്റുമൊക്കെ പോകുമ്പോൾ ആ ജോലി സമയം കഴിഞ്ഞാണ് നമ്മുടെ പാഠകാര്യങ്ങൾ, സ്കൂൾ കാര്യങ്ങൾ, അതോടൊപ്പം മറ്റുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. സ്വാഭാവികമായും കുഞ്ഞുങ്ങളെന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന, നമുക്ക് ഈ രക്ഷകർത്താക്കളെ സഹായിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. എൻ്റെ കൊച്ചു കൂട്ടുകാർ അത് ശ്രദ്ധിച്ച് കേൾക്കുക. നാളെ മുതൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. രാവിലെ കൃത്യമായി നേരത്തെ ഉണരുക. നേരത്തെ ഉറങ്ങുകയും നേരത്തെ ഉണരുകയും വേണം. ഉണർന്നു കഴിഞ്ഞാൽ അമ്മ ബ്രഷ് എടുത്ത് തരണം, അച്ഛൻ പേസ്റ്റ് എടുത്ത് തരണം, അതൊന്നും പറയരുത്. സ്വയം ബ്രഷ് എടുത്ത്, പേസ്റ്റ് എടുത്ത്, ബ്രഷ് ചെയ്ത്, പ്രാഥമിക കൃത്യങ്ങൾ കഴിഞ്ഞ്, കുളി കഴിഞ്ഞ്, പ്രഭാത ഭക്ഷണം കഴിച്ച്, തലേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായി വരുന്ന മറ്റ് കാര്യങ്ങൾ ചെയ്ത്, ഉച്ചഭക്ഷണത്തിനുള്ള പൊതി അല്ലെങ്കിൽ അതിനുള്ള ടിഫിൻ ക്യാരിയറിൽ അത് എടുക്കുന്നതിന്, ഉച്ചഭക്ഷണം എടുക്കുന്നതിന് രക്ഷകർത്താക്കളെ സഹായിക്കുക. അത് കഴിഞ്ഞ് സോക്സും ഷൂസും ഇട്ട് യൂണിഫോം ധരിച്ച് എത്രയും വേഗം ഫസ്റ്റ് ബെല്ലടിക്കുന്നതിന് മുമ്പ് സ്കൂളിലെത്തുമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുക. ഫസ്റ്റ് ബെല്ലടിക്കുന്നതിന് മുൻപ് 2-3 മിനിറ്റ് മുൻപ് നമ്മുടെ സീറ്റിൽ നമ്മൾ ഉണ്ടാകണം. അന്നന്നത്തെ പാഠങ്ങൾ അന്നന്ന് പഠിച്ചു തീർക്കണം. അത് മുഴുവൻ പഠിച്ചു തീർന്നിട്ടേ ഉറങ്ങൂ എന്ന് നിർബന്ധം പിടിക്കുക. അങ്ങനെ പഠിച്ചു തീർന്നാൽ അടുത്ത ദിവസത്തെ ടൈം ടേബിൾ നോക്കി ആ പുസ്തകങ്ങൾ മുഴുവൻ, നമ്മുടെയൊക്കെ വീട്ടിലറിയാമല്ലോ, പുസ്തകങ്ങൾ പല സ്ഥലത്തായി കിടക്കുക. അത് ഉണ്ടാകരുത്. ഒരച്ചടക്കത്തോടു കൂടി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഷെൽഫിലോ അലമാരിയിലോ മേശപ്പുറത്തോ ആ പുസ്തകങ്ങൾ മുഴുവൻ ചിട്ടയായി അടുക്കി വയ്ക്കുക. അങ്ങനെ അടുക്കി വെച്ച് കൃത്യമായി അത് പരിപാലിക്കുക. ടൈം ടേബിൾ അനുസരിച്ച് ബാഗിൽ പുസ്തകങ്ങളാക്കുക. വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കാര്യം, ടിഫിൻ്റെ കാര്യം എല്ലാം ശ്രദ്ധിക്കുക. നേരത്തെ സ്കൂളിലെത്തുക, പഠിക്കുക. സഹപാഠികളുമായി ആരോഗ്യകരമായ മത്സരമല്ലാതെ അനാരോഗ്യകരമായ മത്സരം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി ആഹാരം കഴിക്കുക. അതുപോലെ ഉച്ച കഴിഞ്ഞ് പോയാൽ നിർബന്ധമായും കുറച്ചു നേരം കളിച്ചിരിക്കണം. വീടുകളുടെ പരിമിതി, ഫ്ലാറ്റുകളുടെ പരിമിതി, ഇതെല്ലാം ഉള്ളപ്പോഴും നമ്മൾ കളിക്കാൻ സമയം കണ്ടെത്തണം. കുഞ്ഞുങ്ങൾ ആ കളി ഏത് രൂപത്തിലാകാം, പക്ഷേ കായികക്ഷമത വരത്തക്ക രൂപത്തിലുള്ള കളിയായിരിക്കണം. കളിക്ക് ശേഷം കൃത്യമായി കുളിച്ച് പാഠപുസ്തകങ്ങളെടുത്ത് പഠിക്കുക. പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. കഴിയുമെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കളോട് മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും, അന്ന് സ്കൂളിൽ നടന്നത്, അന്ന് നമ്മുടെ വാഹനത്തിൽ നടന്നത്, നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം പഠനത്തിലുണ്ടായ അനുഭവം, ഇതൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിന് അത് വളരെ സഹായകമായിരിക്കും. അങ്ങനെ ഷെയർ ചെയ്ത് അവരുമായി ഒത്തിരുന്ന് അത്താഴം കഴിച്ച് നേരത്തെ ഉറങ്ങുക. ഈ പറഞ്ഞ ടൈം ടേബിളും എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഉറങ്ങുക. യാത്രകൾ പോകണം. നമ്മൾക്ക് പരിചിതമല്ലാത്ത പ്രദേശങ്ങൾ കാണാൻ പോകണം. ഒറ്റയ്ക്കല്ല,
പാരൻസിൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു ഒരു എല്ലാം അന്വേഷിക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവുകയും മുഴുവൻ നിരീക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ ഗൈഡിനോട് ചോദിച്ച് സംശയ നിവർത്തി വരുത്താൻ ശ്രമിക്കുക. തീർച്ചയായും അത് നമ്മുടെ ഭാവിക്ക് സഹായകമായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ച കാലഘട്ടത്തിലുള്ള ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാലമെന്ന് പറഞ്ഞാൽ നോട്ട് പുസ്തകവും ടെക്സ്റ്റ് പുസ്തകവും കോളേജിലെ പ്രൊഫസറുടെയോ ലെക്ചറിൻ്റെയോ ലെക്ചർ ഏറ്റവും അവസാനം കോളേജിലൊക്കെ എത്തിയപ്പോൾ ആ ലെക്ചറിനപ്പുറം കുറേ നോട്ട്, അത് കുറേ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നോട്ട് എഴുത്തിൻ്റെ കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല, ആ രൂപത്തിലൊക്കെ ആയിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കുട്ടികൾ ഞങ്ങളെക്കാളുമൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. കുട്ടികൾക്ക് ഗൂഗിളിൽ, ഇൻ്റർനെറ്റിൽ, അതുപോലെ തന്നെ മൊബൈൽ ഉപയോഗത്തിൽ, അതുപോലെ ലാപ്ടോപ്പ് ഉപയോഗത്തിൽ, കമ്പ്യൂട്ടർ ഉപയോഗത്തിൽ ഏത് കാര്യത്തിലും നിങ്ങൾ പ്രഗത്ഭരാണ്. ഒരു കാറ് ഇന്ന് നൂറുകണക്കിന് ബ്രാൻഡ് കാറുകൾ ഇറങ്ങുന്നുണ്ട്. ആ കാറുകളുടെ ബ്രാൻഡ് ചോദിച്ചാൽ, ആ കാറുകളുടെ റേഞ്ച് ചോദിച്ചാൽ ഇത് മുഴുവൻ പറയാൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയിരിക്കുന്നു. ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ആലോചിക്കാൻ കഴിയാത്ത കാര്യമാണത്. ആ രൂപത്തിൽ നിങ്ങൾ നന്നായി അഡ്വാൻസ് ചെയ്ത് അത് നമ്മുടെ നല്ല ഭാവിക്കായി ഉപയോഗിക്കണം. നല്ല ഭാവിക്കായി ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്ന യാത്രകൾ പോവുകയും അതുപോലെ മഹാന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുകയും വേണം. ഞാൻ സൂചിപ്പിച്ച മഹാത്മജിയുടെ മുതൽ ഇങ്ങോട്ടുള്ള ആധികാരികമായി നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചൊക്കെ പറയാനുള്ള ചരിത്ര പുസ്തകങ്ങൾ, നോവലുകൾ, കവിതകളൊക്കെ നമ്മൾ ഏതാണോ നമുക്കിഷ്ടം അത് വായിക്കാൻ ശ്രമിക്കുക. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ ഒന്നുകിൽ ഡാൻസ്, അതല്ലെങ്കിൽ പാട്ട്, അതല്ലെങ്കിൽ വാദ്യോപകരണങ്ങൾ, അതല്ലെങ്കിൽ കരാട്ടെ, അല്ലെങ്കിൽ കുങ്ഫു, നമുക്ക് ഒരുപാട് സാധ്യതകൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അത് അനുകൂലമായി ഉപയോഗിക്കുക. അപ്പോഴൊക്കെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം, ഒരു അപരിചിതനുമായും ഒരു അനാവശ്യ സൗഹൃദവും പാടില്ല. ഒരു അപരിചിതനിൽ നിന്നും ഒരു കാര്യവും, ഒരു ചോക്ലേറ്റ് പോലും നിങ്ങൾ വാങ്ങി കഴിക്കരുത്. യാത്രകളിൽ അത് നിങ്ങൾ നിർബന്ധമായും ഓർമ്മിക്കണം. ഈ അപരിചിതൻ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ചില വിഷങ്ങളുണ്ട്, ആ വിഷങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അവരിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാതിരിക്കുക. സ്വന്തമായി പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, നമ്മുടെ കൂടെയുള്ളവർ പറയുന്നതല്ലാതെ വേറൊന്നും ചെയ്യാതിരിക്കുക. ഒറ്റയ്ക്കൊരിടത്തും പോകാതിരിക്കുക. ഒറ്റയ്ക്ക് പോയി ഒരു ഏകാന്തത, ലോൺലിനെസ് ഫീൽ ചെയ്യാതിരിക്കുക. പാരൻസിൻ്റെ കൈ പിടിച്ച് തന്നെ നടക്കുക. പാരൻസ് അല്ലാതെ ആര് വിളിച്ചാലും പുറത്തോട്ട് പോകാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യാത്രകൾ പോകുമ്പോൾ കുളത്തിലോ അതുപോലെ തന്നെ ജലാശയത്തിലോ അല്ലെങ്കിൽ നീന്തൽ കുളത്തിലോ ആറ്റിലോ ഒന്നും ഇറങ്ങാതിരിക്കുക. നമ്മളെല്ലാ അക്കാഡമിക് ഇയർ കഴിയുമ്പോഴും ആ അക്കാഡമിക് ഇയർ കഴിയുന്ന വെക്കേഷനിൽ ഒരുപാട് ദുരന്തങ്ങൾ കേൾക്കാറുണ്ട്. ഓർമ്മിക്കുക, ഒരു കാരണവശാലും വെള്ളത്തിലിറങ്ങരുത്, ഒറ്റയ്ക്കിറങ്ങരുത്. സ്വിമ്മിംഗ് പൂളിലോ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ പാരൻസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. നമ്മളെ കൊണ്ടുപോകുന്നവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക, അവരുടെ ശ്രദ്ധ ഉറപ്പുവരുത്തുക. ആ രൂപത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യാതൊരു കാരണവശാലും പരിചയമില്ലാത്തവരിൽ നിന്ന് യാതൊന്നും വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് മറ്റൊന്നാണ്. ഇനിയൊന്ന്, അഗ്നിയോട് കളിക്കരുത്. വിളക്കിരുന്നാലും വേറൊന്നിരുന്നാലും നിങ്ങൾ അതിൻ്റെ പരിസരത്ത് പോകുന്നത് കുഞ്ഞുങ്ങളാണ്. രാഷ്ട്രപതി അല്ല, നമ്മുടെ സംസ്ഥാന ഗവർണർ മെനിയാന്ന് പാലക്കാട് വെച്ച് അദ്ദേഹം കുനിഞ്ഞിട്ട് നൂന്നപ്പം ഷാളിൽ തീ പിടിച്ചു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളാവുമ്പോൾ കൂടുതൽ അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. തീയുമായിട്ടുള്ള സഹവാസവും അതുമായിട്ടുള്ള കളിയും പാടില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ നന്നാക്കി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിദ്യാഭ്യാസ അന്തരീക്ഷം ഈ ക്രൈസ്റ്റ് നഗർ സ്കൂളിന് ഉണ്ട്. തീർച്ചയായും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അങ്ങനൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മെച്ചപ്പെട്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾക്ക് മാർഗദർശികളായി വരുന്നതിൽ നല്ല കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളാനും നല്ലതല്ലാത്തവ തിരസ്കരിക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. ഒരിക്കൽ കൂടി, ഞാൻ നീണ്ടുപോയിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടി സ്കൂൾ മാനേജ്മെൻറ്റിന് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനോട്, വിശിഷ്യ പ്രിൻസിപ്പാളിനോടും വൈസ് പ്രിൻസിപ്പാളിനോടും ഇതിൻ്റെ ബാക്കി എല്ലാ അഭിവന്യരായ ഗുരുജനങ്ങളോടും അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്ന മുത്തച്ഛന്മാരോടും മുത്തശ്ശിമാരോടും രക്ഷകർത്താക്കളോടും ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ വസ്തുതകൾ ശ്രദ്ധിച്ച കുട്ടികളോടും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തും മുൻപ് ഒരു വാക്കുകൂടി
നിങ്ങൾ റിമോട്ടിൽ കളിക്കും, കമ്പ്യൂട്ടറിൽ ചെയ്യും, അതുപോലെ ലാപ്ടോപ്പ് ചെയ്യും, അതല്ലെങ്കിൽ മൊബൈലിൽ കളിക്കും. മൊബൈലൊക്കെ നന്നായി അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാം ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ്. അത് കളിക്കുമ്പോഴും വൈദ്യുതിയോട് കളിക്കരുത്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ഒരു കാരണവശാലും വൈദ്യുതിയുമായി അതെല്ലാം രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ നല്ല കുഞ്ഞുങ്ങൾക്കും, നല്ലവരായ എല്ലാ കുട്ടികൾക്കും, കുട്ടികളുടെയൊക്കെ മനസ്സ് നിർമ്മലമാണ്, എല്ലാ കുട്ടികൾക്കും ഒരു മെച്ചപ്പെട്ട നല്ല ഭാവി ജീവിതം, നല്ല ഭാവി ഉണ്ടാകട്ടെ, നല്ല കരിയർ ഉണ്ടാകട്ടെ, എല്ലാവർക്കും നല്ല ഉയർന്ന് നമ്മുടെ സമൂഹത്തിലെ ഉന്നതന്മാരെ മാറാൻ കഴിയുന്ന സാഹചര്യം ക്രൈസ്റ്റ് നഗർ സ്കൂൾ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ലൊരു സന്ദേശം നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകിയ ശ്രീ ജയൻ എസിന് നന്ദി. മനോഹര ഗാനവുമായി വേദ് ഭാസ്കറും അവൻ്റെ മുത്തശ്ശിയും എത്തുന്നു. മുത്തശ്ശിയായ ശ്രീമതി ചന്ദ്രികാദേവി റിട്ടയർഡ് UP ഹെഡ് മിസ്ട്രസ് ആണ്. ആദരവോടെ ക്ഷണിക്കുന്നു. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ, കച്ചിന പാല് തരേ കർക്കണ്ടു ചീനി തരേ, കച്ചിന പാലു തരേ കർക്കണ്ടു ചീനി തരേ, ഉല്ലാസമായി കൈ നിറയെ വെണ്ണை തരേൻ, വെയിലിനിലെ പോക വേണ്ടാം മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. പാലു വേണ്ടാം, കൽക്കണ്ട് ചീനി വേണ്ടാം, കച്ചീന പാലു വേണ്ടാം, കൽക്കണ്ട് ചീനി വേണ്ടാം, ഉല്ലാസമായി മാടുമേച്ച് ഒരു നൊടിയിൽ തിരുമ്പിടുവേ, ഉല്ലാസമായി മാടുമേച്ച് ഒരു നൊടിയിൽ തിരുമ്പിടുവേ, പോക വേണം തായേ തടൈ சொல்லாதே, പോക വേണം തായേ തടൈ சொல்லாதே. യമുനാ നദിക്കരയിൽ എപ്പോഴും കൾവർ ഭയം, യമുനാ നദിക്കരയിൽ എപ്പോഴും കൾവർ ഭയം, കൾവർ വന്നു ഉനയടിത്താൻ കലമ്പിടുവായി കൺമണിയെ, കൾവർ വന്നു ഉനയടിത്താൻ കലമ്പിടുവായി കൺമണിയെ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. കൽവറുണ്ടോ കണ്ടതുള്ളു സൊല്ലു അമ്മ, കൽവറുക്കോ കൽവറുണ്ടോ കണ്ടതുള്ളു സൊല്ലു അമ്മ, കൽവർ വന്ന് ഉന്നയടിത്താൽ കണ്ട തുണ്ടമാക്കിടുവേ, കൽവർ വന്ന് ഉന്നയടിത്താൽ കണ്ട തുണ്ടമാക്കിടുവേ, പോക വേണം തായേ തടൈ சொல்லாதே. മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. ഗോവർദ്ധനഗിരിയിൽ ഘോരമാന മൃഗങ്ങളുണ്ട്, ഗോവർദ്ധനഗിരിയിൽ ഘോരമാന മൃഗങ്ങളുണ്ട്, സിംഹം പുലി കരടി വന്നാൽ കലങ്കിടുവായി കൺമണിയെ, സിംഹം പുലി കരടി വന്നാൽ കലങ്കിടുവായി കൺമണിയെ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. കാട്ടിൽ മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും, കാട്ടിൽ മൃഗങ്ങളെല്ലാം എന്നെ കണ്ടാൽ ഓടി വരും, കൂട്ടം കൂട്ടമായി വന്നാൽ വേട്ടയാടി വെന്തിടുവേ, കൂട്ടം കൂട്ടമായി വന്നാൽ വേട്ടയാടി വെന്തിടുവേ, പോക വേണം തായേ തടൈ சொல்லாதே. പക്ഷമുള്ള നന്ദഗോപർ ബാലനിங்கே என்று കേട്ടാൽ, പക്ഷമുള്ള നന്ദഗോപർ ബാലനിங்கே എന്ന് കേട്ടാൽ, എന്ന വരം സൊൽവേനടാ ഏകമുടൻ തേടിടുവാൻ, എന്ന വരം സൊൽവേനടാ ഏകമുടൻ തേടിടുവാൻ, മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. ബാലരുடன் வீதியிலே பந்தாருடன் என்று சொல்லே, பாலருடன் வீதியிலே
പന്താടുരാൻ എന്ത് ചൊല്ലേ തേടി നീയെ വരികയില്ലേ ഓടി വന്ന് നിன்றிடுவே തേടി നീയെ വരികയില്ലേ ഓടി വന്ന് നിன்றிடுவே പോക വേണം തായേ തടை சொல்லாதே പോക വേണം തായേ തടை சொல்லாதே മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ പോക വേണം തായേ തടை சொல்லாதே മാടുമേക്കും കണ്ണേ നീ പോക വേണ്ടാം സൊന്നേ. മനസ്സിനെ ആനന്ദത്തിലെത്തിച്ച വേദ് ഭാസ്കറിനും മുത്തശ്ശിക്കും പ്രത്യേകം നന്ദി. നയനവിസ്മയം പകർന്നുകൊണ്ട് അവന്തികയും മുത്തച്ഛൻ കൃഷ്ണൻകുട്ടി നായരും മുത്തശ്ശി വിജയലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിക്കുന്ന മനോഹര നൃത്താവിഷ്കാരം. അവതരിപ്പിച്ച ഏവർക്കും നന്ദി. അർത്ഥം, ശബ്ദം, താളം എന്നിവയിലൂടെ വൈകാരിക പ്രതികരണം ഉയർത്താൻ കഴിയുന്നതാണ് കവിത. കവിത ചൊല്ലുന്നതിനായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു സായിജിയുടെ മുത്തച്ഛൻ ശ്രീ രാഘവൻ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അവറുകൾക്കും മറ്റ് അധ്യാപകർക്കും ഇവിടെ കൂടിയിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കും രക്ഷകർത്താക്കൾക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും എൻ്റെ കൊച്ചു കുട്ടികൾക്കും എൻ്റെ
വിനീതമായ നമസ്കാരം. ഞാൻ ഈ സ്കൂളിൽ +2 പഠിക്കുന്ന സാരംഗ് SS-ൻ്റെയും 5H പഠിക്കുന്ന സായൂജ്യ SS-ൻ്റെയും മുത്തച്ഛനാണ്. ഞാൻ എൻ്റെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് പഠിച്ചിട്ടുള്ള മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാർ അവരുടെ കവിതാ സമാഹാരത്തിൽ നിന്ന് ജീവിതം എന്ന കവിതയെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽപ്പെടുന്ന കുറേ വരികളാണ് ആലപിക്കുന്നത്. ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരെൻ്റെ പൂവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ, ചിലരൻ മണൽക്കാട്ടിൻ മധ്യത്തിലൊരു തുള്ളി ജലമെങ്കിലും കിട്ടാതാർത്തരായി പൊരിയും. പൂന്തോപ്പിലിരിക്കുന്നോർ എൻ നാമം പുകഴ്ത്തുമ്പോൾ, താന്തരായി മരുഭൂവിൽ നിൽക്കുവോർ ശപിക്കുന്നു. ഒരു ഭാഗത്തൻ രൂപം സുന്ദരമായി കാണുന്നു, മറുഭാഗത്തോവരും വൈരൂപ്യം ദർശിക്കുന്നു. എന്നാൽ ഞാനിതു രണ്ടും അല്ലെന്നാൽ ഇത് രണ്ടും എന്നിലുണ്ടെന്നാലൊന്നും ഇല്ലതാനുമിന്നെന്നിൽ. തോന്നലാണെല്ലാം വെറും തോന്നൽ മാത്രമാണെന്നിൽ, ചേർന്നു നിൽക്കുന്നില്ലൊന്നും ശാശ്വതമായെന്നൊന്നും. ചിരിപ്പിക്കും ഞാൻ തേങ്ങിക്കരയിക്കുകയും ചെയ്യും, ജനിപ്പിക്കും ഞാൻ വീണ്ടും മരിപ്പിക്കുകയും ചെയ്യും. ആ ജീവിതത്തെക്കുറിച്ച് ചങ്ങമ്പുഴ പറഞ്ഞിട്ടുള്ളത്, കാലമാകുന്ന ആ കാലം ഇപ്പോഴും വളർന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. കാലമിപ്പോഴും എന്നെ രാപ്പകലാകും കൊച്ചു കാലടികളാൽ അളന്നളന്നു നോക്കിയിടുന്നു. യുഗസഞ്ചയമെത്ര കഴിഞ്ഞു കാൽത്തുമ്പത്ത് നഖവിസ്തൃതി പോലും തിട്ടമായില്ലെന്നിട്ടും. ഭ്രമണം ചെയ്യൂ തേജോഗോളങ്ങൾ മൽസ്പർശന ക്രമമൊപ്പിച്ചങ്ങിങ്ങു മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതം മന്ത്രിക്കുന്നു നിങ്ങളിൽ ചിലരെൻ്റെ ഭുവനത്തണൽ തോറും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ. ഇത്രയേ ഉള്ളൂ. കവിത ചൊല്ലിയ മുത്തച്ഛന് നന്ദി. ശീതളപാനീയങ്ങൾ ഏവർക്കും ഇഷ്ടമാണ്. പ്രകൃതി വസ്തുവായ ചെമ്പരത്തി ഉപയോഗിച്ച് സ്കോഷ് തയ്യാറാക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നു റിയ റോസിൻ്റെ മുത്തശ്ശി ശ്രീമതി റോസ്മേരി. എൻ്റെ പേര് റോസ്മേരി. എൻ്റെ കൊച്ചുമകൾ +1 ഇവിടെ പഠിക്കുന്നു. ഞാൻ വളരെ എളുപ്പമുള്ള ഒരു ഡിഷ് തയ്യാറാക്കാൻ പോകുന്നു. ഒരു സ്കോഷ്. എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും അതിവേഗത്തിൽ ചെയ്യാം എന്നുള്ള ഒരു സ്കോഷാകുന്നു ചെയ്യുന്നത്. നല്ല ഹെൽത്തി ഉള്ളതാകുന്നു, ബ്ലഡ് ഊറാൻ സാധിക്കുന്നതാകുന്നു. വളരെ ലളിതമായി എല്ലാ കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ പോയി ചെയ്യാവുന്നുള്ള ഒരു ഡിഷാകുന്നു ഞാൻ ചെയ്യുന്നത്. ചെറിയ കുക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ രീതിയിൽ എനിക്കിന്ന് ചെയ്യാൻ കിട്ടിയ ഭാഗ്യത്തിന് ഞാൻ എൻ്റെ അച്ഛനെയും എൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാ സഹപാഠികളെയും എല്ലാവരെയും കുറിച്ച് സാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 30 നമ്മുടെ ചെമ്പരത്തി പൂവാകുന്നു. ഇപ്പോഴത്തെ പുതിയ മോഡലല്ല, പഴയ ചെമ്പരത്തി പൂവാകുന്നു. നമ്മൾ ഇതൾ ഇങ്ങനെ എടുത്തു മാറ്റി വയ്ക്കും. മാറ്റി വെച്ചതിന് ശേഷം 30 ചെമ്പരത്തി പൂവിന് നമ്മൾ 3 ബൗൾ പഞ്ചസാര ചേർത്ത് 1.5 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് തിളപ്പിക്കും.
നല്ല തിളച്ച് വരുന്ന സമയത്ത് 3 നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. 3 തുണ്ട് ഗ്രാമ്പു, 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂണ് നാരങ്ങ നീര്. ഇത്രയും വെച്ചാണ് ഞാനിന്ന് ചെമ്പരത്തിപ്പൂ സ്ക്വാഷ് ചെയ്യുന്നത്. ഒന്നര ലിറ്റർ വെള്ളം നമ്മൾ കുക്കറിൽ വെച്ച് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുക. രണ്ടാമത്തേത്, മൂന്നാമത്തേത്. അടുത്തതായി നമ്മൾ തിളച്ച് പഞ്ചസാര കുറുകിയതിന് ശേഷം നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇടുന്നതാണ്. വീട്ടിൽ നിന്നും തിളപ്പിച്ച് തണുപ്പിച്ച് കൊണ്ടുവന്ന വെള്ളത്തിലാകുന്നു ഞാനിത് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും കഴിക്കാം, തണുത്തതൊന്നും ഒരു ഭയവും വേണ്ട. വളരെ ഹെൽത്തിയായ ഒരു സ്ക്വാഷാണ്. ചെമ്പരത്തിപ്പൂ താഴെ വീണ് ചീഞ്ഞഴിഞ്ഞു പോകുന്ന ഒരു സാധനമാകുന്നു. ഇന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആരും കളയത്തില്ല ഇത്. അടുത്തതായി ഇഞ്ചി ചേർക്കുന്നു. അടുത്തതായി നമ്മുടെ പൂ ഇടുന്നു. ലൈവായി കാണുന്നതുകൊണ്ട് ഒരു മായോ മന്ത്രമോ ഒന്നുമില്ല. അടുത്തതായി നാരങ്ങ നീര് ചേർക്കുക. അടുത്ത് നാരങ്ങ നീര് ചേർക്കുന്നു. നമ്മുടെ ജ്യൂസ് റെഡി. നമുക്കിനി കഴിക്കാം. പാചക പരിപാടി നടത്തിയ മുത്തശ്ശിക്ക് നന്ദി. സദസ്സിനെ ആനന്ദലഹരിയിലാക്കാൻ നൃത്തച്ചുവടുകളുമായി ആഖില നൂറയും ആസിഫ് അഹമ്മദും മുത്തശ്ശി ബുഷറ ബീവിയും എത്തുന്നു.
ഉണ്ടായവന് നിന്നും സൂര്യനും ചന്ദ്രനും ഉണ്ടായവന് കാലം കാത്ത് വച്ച രക്ഷകന് സംഹാരകന് ഞങ്ങൾ കണ്ണനായി വന്നവന് ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ പിൻവിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല് ഇവനെ തൊഴുവാനായി മുഞ്ചനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണവള് വിദ്യാരംഭം തൊട്ട് ഹരിശ്രീ തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കലി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ടപ്പുനി ചേട്ടുകൊട്ടാരം പെണ്ണിൻ മൂക്കിനറ്റത്തെ കാറ്റടിച്ചപ്പോ വീണ കൂടാരം ഉയരു നിറയെ ഉടലു നിറയെ പടരും ഉടനെ കുളിരോ ഉഷിരോ കനവോ പടരും കരടോ കലരും ഒടുവിൽ ഒഴുകി ഒഴുകിനാ അണ്ണൻ തനി നാടൻ പോലെ മല്ലും മിനാക്കി അണ്ണൻ തനി നാടൻ പോലെ മല്ലും മിനാക്കി മനോഹര നൃത്തം അവതരിപ്പിച്ചവർക്ക് നന്ദി. കൃതജ്ഞത അറിയിക്കുന്നതിനായി തീർത്ഥ എസ് നായരിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഭാരതീയ സംസ്കാരമനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് നാം ഇതുവരെ നയിച്ചത്. നമ്മുടെ അധ്യാപകർ നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. അതായത് ഏതൊരു കുഞ്ഞിൻ്റെയും ജീവിതത്തിലെ പരമപ്രധാനമായ ആദ്യ കണ്ണികൾ അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ്. എന്നാൽ ആരും പറഞ്ഞു പഠിപ്പിക്കാത്ത മറ്റൊരു സത്യമുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർ പോലും സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വന്തം മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും. നമ്മുടെ അച്ഛനമ്മമാരെ തല്ലി വളർത്തിയ അവരിന്ന് നമ്മെ നുള്ളി നോവിക്കാൻ പോലും അനുവദിക്കാറില്ല, അല്ലേ? നമ്മുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ കാർക്കശ്യം കാണിക്കുന്ന അവർ നമ്മുടെയൊക്കെ കൂട്ടുകാരല്ലേ? അവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും വാക്കുകൾ തീരില്ല. നമ്മുടെ സ്കൂളിൽ ഒരുപാട് കലാപരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഇത്രയും കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ചിരുന്ന നമ്മുടെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും വാർദ്ധക്യത്തിൻ്റെ വിരസതയിൽ ആനന്ദിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയതിന് ഞാൻ എൻ്റെ വിദ്യാലയത്തോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കായി ഒരുക്കിയ ഓരോ വിരുന്നും അതിമധുരത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഒരിക്കലും മറക്കാത്തൊരനുഭവമായി എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കുമെന്നും വാക്ക് നൽകുന്നു. ഞങ്ങളുടെ മുന്നിലെത്തിയ ഓരോ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീമതി ലീലാബായ് അവർകൾക്കും നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ സിറിയക് കാനായിൽ CMI, വൈസ് പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ റവറൻഡ് ഫാദർ ഐസക് പുന്നൂർ CMI, വൈസ് പ്രിൻസിപ്പൽ അക്കാഡമിക്സ് ശിവഗാമി മാം, ജൂനിയർ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് മീനാക്ഷി മാം, അക്കാഡമിക് കോർഡിനേറ്റർ ശ്രീ രാജശേഖരൻ സാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീ ടോം സാർ, സെക്ഷൻ ഹെഡ് മെറിൻ മാം, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രിയ കൂട്ടുകാർക്കും ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയ്ക്ക് നന്ദി. ബാല്യം യൗവനത്തിലേക്കുള്ള നടപ്പാണ്. യൗവനം വാർദ്ധക്യത്തിലേക്കുള്ള ഓട്ടോ. മുതിർന്നവരെ
സ്നേഹിക്കാനും സംരക്ഷിക്കാനുമുള്ള സന്നദ്ധതയും അർപ്പണബോധവും നാം ജീവിതത്തിൽ ഉടനീളം സ്വീകരിക്കണം. നന്ദി, നമസ്കാരം.